നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളോത്സവം 2017 സംഘാടക സമിതി രൂപീകരണം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ യുവർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കൊരട്ടിക്കരയിൽ മാനസിക നില തെറ്റിയ 3 പെൺകുട്ടികളെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഏറ്റെടുത്തു. നാളേക്ക് തണലേകുമായിരുന്ന വൃക്ഷങ്ങളെ പിഴുതെറിഞ്ഞ് കടവല്ലൂരിൽ സാമൂഹ്യ വിരുദ്ധർ. മാനസിക വൈകല്യമുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച അച്ഛനും അയൽവാസിയും അറസ്റ്റിൽ. കുന്നംകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതര പിഴവ്. ഡെങ്കിപ്പനി മൂലം എത്തുന്ന രോഗികളും മറ്റുള്ളവരും വലയുന്നു. വിദേശ മദ്യവിൽപ്പന നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് സമീപത്തു നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണമാല പോലീസിൽ ഏൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളോത്സവം 2017 സംഘാടക സമിതി രൂപീകരണം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ യുവർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കേരളോത്സവം 2017 സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേരക്കര MLA ശ്രീ യുവർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. 2017 കേരളോത്സവം കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഇതിന്റെ സംഘാടക സമിതിയാണ് ഇന്ന് രൂപീകരിച്ചത്. യോഗത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി UP ശോഭന, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KE സുധീർ, സെക്രട്ടറി K മനോജ്, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ശ്രീമതി B ഷീജ, ശ്രീ P ബിജു, ശ്രീ അഫ്സൽ കുഞ്ഞുമോൻ, ശ്രീ RS കണ്ണൻ, ശ്രീ OS സുബീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ദേശം തന്നെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമുള്ള പാവപ്പെട്ട ആളുകളുടെ മക്കൾ, യുവജനങ്ങൾക്ക് അവരുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നല്ല ഒരു അവസരം കൂടിയാണ് ഈ കേരളോത്സവം. ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലെ കേരളോത്സവത്തെ സംബന്ധിച്ച് ഞാൻ ഈ രംഗത്ത്, പഞ്ചായത്ത് രംഗത്ത് ഇതിന്റെ അനുഭവിച്ച ആളാണ്. ഇത് പല സ്ഥലത്തും വഴിപാട് പോലെ കൈകാര്യം ചെയ്തു വന്ന കാലമുണ്ടായി. ഉച്ചത്തിൽ തന്നെ പറയും, നല്ല പോലെ ഇതിനെ ശ്രദ്ധിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്ത മന്ത്രി, അത് നല്ല പോലെ നമ്മുടെ മണ്ഡലത്തിന്റെ MLA കൂടെയായ മന്ത്രി നല്ല പോലെ ഈ രംഗത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. കൊരട്ടിക്കരയിൽ മാനസിക നില തെറ്റിയ 3 പെൺകുട്ടികളെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഏറ്റെടുത്തു. മാനസിക നില തെറ്റിയ 3 പെൺമക്കളെ തൃശൂർ അതിരൂപതയിലെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഏറ്റെടുത്ത് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. കൊരട്ടിക്കര പാതക്കര കണ്ടിരുത്തി വിജയന്റെ മക്കളായ വിനീത, വിനീഷ, വന്ദന എന്നിവരെയാണ് അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള പെരിങ്ങണ്ടൂരിലെ മേഴ്സി ഹോമിലേക്ക് കൊണ്ടുപോയത്. അയൽവാസിയായ സൈനബ മുഹമ്മദ് കുട്ടിയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ASI P സുനിൽകുമാർ മുഖേന ഈ കുടുംബത്തിന്റെ ദുരിതകഥ മാധ്യമങ്ങൾ വഴി പുറം ലോകത്തെ അറിയിച്ചത്. മാധ്യമ വാർത്തകളെ തുടർന്ന് കുന്നംകുളം DYSP P വിശ്വംഭരനും ഷെയർ ആൻഡ് കെയർ ഭാരവാഹികളായ ലബീബ് ഹസനും M ബിജുപാലും കഴിഞ്ഞ ദിവസം വീട് സന്ദർശിച്ചു. കിഡ്നി ഫൗണ്ടേഷൻ ചെയർമാൻ ഡേവിഡ് സിറമലും വീട്ടിലെത്തി 1 മാസത്തെ വേതനം വീട്ടുകാർക്ക് വാഗ്ദാനം നൽകി. പെരുമ്പിലാവ് സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെക്രട്ടറി MA കമറുദ്ദീൻ, പഞ്ചായത്ത് മെമ്പർ NI നിജിമോൾ എന്നിവരും വിജയന്റെ വീട്ടിലെത്തിയിരുന്നു. പെൺകുട്ടികളുടെ ചികിത്സയ്ക്കായി എല്ലാ സഹായങ്ങളും ഇവർ ഉറപ്പു നൽകി. കുന്നംകുളം DYSP പ്രത്യേക താൽപര്യമെടുത്ത് പെരിങ്ങണ്ടൂരിലെ അധികൃതരുമായി ബന്ധപ്പെട്ടു. പെരിങ്ങണ്ടൂരിലെ ടീം ഹാൻഡ്സ് ഡയറക്ടർ ഫാദർ ജിജോ വള്ളൂപ്പാറ, ഫാദർ ജോജു ആളൂർ, സിസ്റ്റർമാരായ P മേരി, മിനി എന്നിവരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം വിജയന്റെ വീട്ടിലെത്തി പെൺകുട്ടികളെ നേരിൽ കണ്ട് സംസാരിച്ചു. ഇന്ന് രാവിലെയാണ് സംഘം വിജയന്റെ വീട്ടിലെത്തി കുട്ടികളെ കൊണ്ടുപോയത്. പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചിറങ്ങിയ പെൺകുട്ടികളെ യാത്രയയക്കാൻ ജില്ലാ ലീഗൽ അതോറിറ്റി സെക്രട്ടറി P മുജീബ് റഹ്മാൻ, DYSP P വിശ്വംഭരൻ, SI UK ഷാജഹാൻ,
മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കൊച്ചരിയൻ, ലബീബ് ഹസൻ, സൈനിബ മുഹമ്മദ് കുട്ടി, കുന്നംകുളം മജിസ്ട്രേറ്റ് സജിത രവീന്ദ്രന്റെ നിർദ്ദേശാനുസരണം എത്തിയ സംഘം എന്നിവരും വിജയന്റെ വീട്ടിലെത്തിയിരുന്നു. നാളേക്ക് തണലേകുമായിരുന്ന വൃക്ഷങ്ങളെ പിഴുതെറിഞ്ഞ് കടവല്ലൂരിൽ സാമൂഹ്യ വിരുദ്ധർ. പരിസ്ഥിതി ദിനത്തിൽ കടവല്ലൂർ ഹൈവേ പാടം റോഡിന് ഇരുവശവും വെച്ചുപിടിപ്പിച്ച 127 കണിക്കൊന്ന തൈകളിൽ 75 എണ്ണം സാമൂഹ്യ ദ്രോഹികൾ നശിപ്പിച്ചു. കടവല്ലൂർ നാദം കലാവേദിയും ഗ്രീൻ വേൾഡ് അഗ്രികൾച്ചർ നഴ്സറിയും സംയുക്തമായാണ് തൃശൂർ ജില്ലാ അതിർത്തിയായ കടവല്ലൂർ ഹൈവേ പാടം റോഡിന് ഇരുവശത്തും കണിക്കൊന്ന തൈകൾ വെച്ചുപിടിപ്പിച്ചത്. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ആദ്യ തൈ നട്ട് ഉദ്ഘാടനം നടത്തിയത്. മാനസിക വൈകല്യമുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച അച്ഛനും അയൽവാസിയും അറസ്റ്റിൽ. മാനസിക വൈകല്യമുള്ള 2 പെൺമക്കളെ വർഷങ്ങളായി പീഡിപ്പിച്ച അച്ഛനും അയൽവാസിയും അറസ്റ്റിൽ. പെൺകുട്ടികളുടെ അച്ഛൻ തോളൂർ സ്വദേശിയും ചൂണ്ടൽ പുതുശ്ശേരിയിലെ താമസക്കാരനുമായ പാമ്പുങ്ങൽ അജിതൻ, സുഹൃത്തും അയൽവാസിയുമായ ചൂണ്ടൽ പുതുശ്ശേരി മേപ്പാടത്ത് കോരൻ എന്നിവരെയാണ് CI രാജേഷ് കെ മേനോന്റെ നിർദ്ദേശപ്രകാരം SI UK ഷാജഹാൻ, സിവിൽ പോലീസ് ഓഫീസർ ആരിഫ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. തോളൂർ സ്വദേശിയായ അച്ഛൻ ഭാര്യ വീട്ടിൽ വരുമ്പോഴൊക്കെ പെൺകുട്ടികളെ പീഡിപ്പിക്കാറുണ്ട്. ഭാര്യയ്ക്കും മാനസിക വൈകല്യമുണ്ട്. സമീപത്തെ പറമ്പിൽ പണിക്ക് വരാറുള്ളപ്പോഴാണ് കോരൻ പെൺകുട്ടികളെ പീഡിപ്പിക്കാറുള്ളത്. മൂത്ത മകളാണ് സംഭവം ബന്ധുക്കളോട് പറഞ്ഞത്. ബന്ധുക്കൾ വഴിയാണ് പോലീസ് സംഭവം അറിഞ്ഞത്. അറസ്റ്റിലായ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. 6 പതിറ്റാണ്ട് പ്രവർത്തന പാരമ്പര്യമുള്ള മൂലേപ്പ ടെക്സ്റ്റൈൽസിൽ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് എന്നിവർക്കായുള്ള തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. ക്യാപ് ടോപ്പ്, വെൽവെറ്റ് ഫ്രോക്സ്, ഗൌൺ ഫ്രോക്സ്, പാനമേരിക്ക, MCR, രാംരാജ്, ഏഞ്ചൽ ഫോം എന്നീ കമ്പനികളുടെ തുണിത്തരങ്ങളും ലഭ്യമാണ്. മൂലേപ്പ ടെക്സ്റ്റൈൽസ് വൺവേ ജംഗ്ഷൻ പഴഞ്ഞി. എല്ലാവിധ ഫർണിച്ചറുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും വിപുലമായ ശേഖരത്തോടുകൂടി ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ് എന്ന സ്ഥാപനം പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെറും 20 ആഴ്ച കൊണ്ട് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഫർണിച്ചർ സാധനങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. ചീരൻസ് ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, പഴഞ്ഞി. ഫോൺ 94 95 33 13 22, 94 97 88 72 49. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ്, NVKM & Sons, ഡിണ്ടിഗൽ. സോൺ ഡിസ്ട്രിബ്യൂട്ടർ റോജ ഏജൻസീസ്, കുന്നംകുളം. ഫോൺ 9446 145776, 9446 145778.
ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതര പിഴവ്. ഡെങ്കിപ്പനി മൂലം എത്തുന്ന രോഗികളും മറ്റുള്ളവരും വലയുന്നു. കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഡെങ്കിപ്പനി മൂലം രോഗികൾ വലയുന്നു. പനി രോഗത്തെ തുടർന്ന് തുറന്ന വാർഡിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തത് രോഗികൾക്ക് ബുദ്ധിമുട്ടായി. പനി വാർഡിൽ പല രോഗികൾക്കും ഡെങ്കിപ്പനിയാണെന്ന് ഡോക്ടർ വ്യക്തമാക്കിയിട്ടും ഔദ്യോഗിക കണക്ക് പുറത്തുവിടാതെ ആശുപത്രി അധികൃതർ മറച്ചുവെക്കുന്നതായി ആക്ഷേപമുണ്ട്. പനി വാർഡിൽ ബെഡ്, ബെഡ്ഷീറ്റ്, തലയിണ തുടങ്ങിയവയുടെ കുറവ് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആവശ്യത്തിന് നഴ്സുമാരടക്കമുള്ള ജീവനക്കാരെ നിയമിക്കാതെയും വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാതെയുമാണ് പനി വാർഡ് പ്രവർത്തിക്കുന്നത്. നഴ്സുമാരുടെ കുറവ് കാരണം വേണ്ട സമയത്ത് ലഭിക്കേണ്ട ചികിത്സ വളരെ വൈകിയാണ് രോഗികൾക്ക് ലഭിക്കുന്നത്. രാത്രിയിൽ ഡെങ്കിപ്പനിയുള്ള രോഗികൾക്ക് കൊതുക് വല കെട്ടാനുള്ള സൗകര്യങ്ങളില്ലാത്തത് രോഗികളും കൂടെ നിൽക്കുന്നവരും ബുദ്ധിമുട്ടിലാക്കുന്നു. ഉച്ചതിരിഞ്ഞ് 2 മുതൽ രാത്രി 11 വരെ രോഗികളുടെ നീണ്ട നിരയാണ്. ഇവരെ പരിശോധിക്കുന്ന ഡോക്ടർമാർക്കും യാതൊരു പ്രാഥമിക സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ ഡോക്ടർമാരുടെ സേവനം വൈകുന്നേരങ്ങളിൽ ഏർപ്പെടുത്താൻ ആശുപത്രി അധികൃതർ തയ്യാറാകണം. ക്ലീനിംഗ് സ്റ്റാഫായി 5 പേരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ക്ലീനിംഗ് ശരിയായ രീതിയിൽ നടത്തുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടത് പൊതുജനങ്ങളെയും രോഗികളെയും ആശുപത്രി അധികൃതർ അറിയിക്കാത്തത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയെയോ നഗരസഭാ അധികൃതരെയോ അറിയിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ചയാണ് ആശുപത്രി അധികൃതർ കാണിക്കുന്നത്. വിദേശ മദ്യ വിൽപ്പന നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടുതലയിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ. ചെറുവത്താനി പൊലിയത്ത് ശൈലകുമാറിനെയാണ് SI UK ഷാജഹാൻ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 4 ലിറ്റർ ബ്രാൻഡി പോലീസ് പിടിച്ചെടുത്തു. റോഡരികിലെ ഒഴിഞ്ഞ സ്ഥലത്ത് മദ്യവിൽപ്പന നടത്തുന്നുവെന്ന വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മദ്യക്കുപ്പികൾ സഹിതം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കടവല്ലൂർ പഞ്ചായത്ത് സമീപത്തു നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല പോലീസിൽ ഏൽപ്പിച്ചു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് 45 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല 17ാം വാർഡ് മെമ്പർ ഷബീറിന് ലഭിച്ചു. മാല കുന്നംകുളം പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉടമസ്ഥർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ചരമം പഴഞ്ഞി വാഴപ്പള്ളി പരേതനായ വറീദ് മകൻ രാജൻ നിര്യാതനായി. ശവസംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ. വിപണി അടയ്ക്ക പുതിയത് 4200 രൂപ മുതൽ 4545 രൂപ വരെ. രണ്ടാം തരം 3000 രൂപ മുതൽ 3350 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളോത്സവം 2017 സംഘാടക സമിതി രൂപീകരണം കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. കൊരട്ടിക്കരയിൽ മാനസിക നില തെറ്റിയ 3 പെൺകുട്ടികളെ കാരുണ്യത്തിന്റെ മാലാഖമാർ ഏറ്റെടുത്തു. നാളേക്ക് തണലേകുമായിരുന്ന വൃക്ഷങ്ങളെ പിഴുതെറിഞ്ഞ് കടവല്ലൂരിൽ സാമൂഹ്യ വിരുദ്ധർ. മാനസിക വൈകല്യമുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച അച്ഛനും അയൽവാസിയും അറസ്റ്റിൽ. കുന്നംകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഗുരുതര പിഴവ്. ഡെങ്കിപ്പനി മൂലം എത്തുന്ന രോഗികളും മറ്റുള്ളവരും വലയുന്നു. വിദേശ മദ്യ വിൽപ്പന നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ പഞ്ചായത്ത് സമീപത്തു നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണമാല പോലീസിൽ ഏൽപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.